പ്രോഗ്രാമിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം. കഴിഞ്ഞ എപ്പിസോഡ് എല്ലാവർക്കും വിടുതലും അനുഗ്രഹവുമായിരുന്നു എന്ന് കേൾക്കുവാൻ സാധിച്ചതിൽ ദൈവത്തിന് സ്തോത്രം. ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കുവാൻ ഇഷ്ടപ്പെടുന്ന വിഷയം യഹോവയുടെ നാമത്തിലുള്ള അനുഗ്രഹങ്ങൾ. ഉൽപ്പത്തി 22-ാം അധ്യായം 14-ാമത്തെ വാക്യം. അബ്രഹാം ആ സ്ഥലത്തിന് യഹോവ ഈരെ എന്ന് പേരിട്ടു. ദൈവം അബ്രഹാമിനെ പരീക്ഷിച്ചത് എന്തെന്നാൽ, നിന്റെ ഏകജാതനായ മകനെ എനിക്ക് യാഗം അർപ്പിക്കണമെന്ന് പറഞ്ഞു. നമ്മളൊക്കെ ആണെങ്കിൽ അങ്ങനെ പറഞ്ഞു കഴിയുമ്പോൾ പേടിച്ചു വിറച്ച്, കർത്താവേ നീ വേണേ എന്ത് വേണേലും ചെയ്തു, എന്നെ കൊണ്ട് എൻ്റെ മകനെ യാഗം ചെയ്യാൻ പറ്റത്തില്ലെന്ന് നമ്മൾ പറയും. പക്ഷെ അബ്രഹാം അതിരാവിലെ എഴുന്നേറ്റു, വിറകെല്ലാം കീറി അടുക്കി, 2 വേലക്കാരെയൊക്കെ വിളിച്ച് കഴുതയെ റെഡിയാക്കി, വിറക് എല്ലാമായിട്ട് 3 ദിവസം ദൂരം നടന്ന് മോറിയ മലയുടെ അടിവാരത്തിൽ ചെന്നിട്ട്, ഞാൻ കാണിച്ചു കൊടുക്കുന്ന ദേശത്ത് പോയി നീ യാഗം കഴിക്കണമെന്നാണ് അബ്രഹാമിനോട് ദൈവം പറഞ്ഞത്. അങ്ങനെ ആ മോറിയ മലയുടെ അടിവാരത്തിൽ ചെന്നപ്പോൾ അവനെ ആ മല കാണിച്ചു. ആ മലയുടെ അടിവാരത്തിൽ അവന്റെ വേലക്കാരെ 2 പേരെയും കഴുതേ അവിടെ നിർത്തിയിട്ട് വിറക് മേടിച്ച് മകന്റെ തോളിൽ കൊടുത്തു. സ്വല്പം വിറകൊന്നും അരിക്കത്തില്ല. അന്നത്തെ കാലത്ത്, അന്നായാലും ഇന്നായാലും ഒരു മനുഷ്യനെ ചുടണമെന്ന് വരികിൽ എന്തുമാത്രം വിറവ് വേണമെന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ. അത്രയും വിറക് ആ മകന്റെ തോളിൽ കൊടുത്ത് അപ്പനും മോനും ഇങ്ങനെ പോവുകയാണ്. പോകുന്ന സമയത്ത്, മല കയറി പോകുന്ന സമയത്ത് മകൻ അപ്പനോട് ചോദിക്കുന്നു, അപ്പ വിറകുണ്ട്, കത്തിയുണ്ട്, യാഗത്തിനുള്ള ആട്ടിൻകുട്ടി എവിടെ? ആ അപ്പന്റെ ഹൃദയത്തിൽ എത്ര വേദന വന്നു കാണുമെന്ന് നിങ്ങൾ ഓർത്ത് നോക്കിയേ. ചുമ്മാതെ വായിച്ചുകൊണ്ട് നമുക്ക് കാര്യമാകത്തില്ല. നമ്മളത് നമ്മുടെ അനുഭവത്തിൽ കൊണ്ടുവരണം. കഥ പറയുന്ന പോലെ നമ്മൾ പറയുന്നതുകൊണ്ട് ഒരു പ്രയോജനവുമില്ല. ആ സമയത്ത് അബ്രഹാം മകനോട് പറയുകയാണ്, മകനെ ദൈവം കരുതിക്കൊള്ളും. എന്താ വാക്കാ പറയുന്നെന്ന് നോക്കിയേ, ദൈവം കരുതിക്കൊള്ളും. എത്ര വിശ്വാസത്തോടു കൂടെയാണ് അബ്രഹാം ആ വാക്ക് പറയുന്നത്. നെഞ്ചു ഉരുകുന്നെങ്കിലും, നെഞ്ചു പൊട്ടുന്ന വേദന കാണും ആ സമയത്ത്. എങ്കിലും മകനോട് പറയുന്നു, മകനെ ദൈവം കരുതിക്കൊള്ളും. അങ്ങനെ 2 പേരും മലയുടെ മുകളിൽ കയറി ചെന്നു. യാഗപീഠമെല്ലാം റെഡി ചെയ്തു, വിറകുകളെല്ലാം അടുക്കി. മകനോട് പറയാണ്, മകനെ നിന്നെ യാഗം അർപ്പിക്കുവാനാണ് ദൈവം പറഞ്ഞത്. ആ സമയത്ത് മകൻ, അപ്പ മരണവെപ്രാളത്തിന് അപ്പൻ്റെ മേത്തൊന്നും എൻ്റെ കയ്യോ കാലോ മുട്ടാതെ എൻ്റെ കയ്യും കാലും കെട്ടി കിടത്തണമെന്ന് പറഞ്ഞു. അങ്ങനെ കയ്യും കാലും കെട്ടി മകനെ അതിന്മീതെ കിടത്തി. അയ്യോ, നമ്മുടെ മക്കളൊക്കെ ആണെങ്കിൽ, നീ എന്നെ യാഗം അർപ്പിക്കുന്നു, എനിക്ക് പകരം നിന്നെ അർപ്പിക്കാവെന്നും പറഞ്ഞ് തെള്ളി മറിച്ചിട്ടിട്ട് ഈ കാലത്തെ മക്കളാണെങ്കിൽ ഓടിപ്പോവും. പ്രിയ സഹോദര സഹോദരി, ആ മകനെ കിടത്തി അപ്പൻ കയ്യില് കത്തിയെടുത്ത ഉടനെ ദൈവത്തിന് തീർച്ചയായിട്ടും അറിയാമായിരുന്നു, അവൻ വെട്ടി പീസാക്കി മകനെ യാഗം അർപ്പിക്കും. പക്ഷെ അബ്രഹാമിന് അറിയായിരുന്നു, എൻ്റെ മകനെ ചാരമാക്കിയാലും ആ ചാരത്തിൽ നിന്ന് ഞാൻ എൻ്റെ മകനെ കൊണ്ടേ പോകത്തുള്ളെന്ന് അബ്രഹാം തീരുമാനിച്ചു. കാരണം അത്ര വിശ്വാസമാണ് അബ്രഹാമിന്. ഉടനെ മേളിൽ നിന്നും ആകാശവാണി, അബ്രഹാമേ അബ്രഹാമേ 2 പ്രാവശ്യം വിളിച്ചു. ഉടനെ അബ്രഹാം മേളിലോട്ട് നോക്കുകയാണ്. ബാലന്റെ മേലെ കൈവയ്ക്കരുത്, നിന്റെ മകനെ തരാൻ മടിക്കായി കൊണ്ട് നിന്നെ ഞാൻ വലിയ ജനമാക്കി മാറ്റും. കടൽക്കരയിലെ മണ്ണ് നിനക്ക് എണ്ണാൻ പറ്റുമോ? ആകാശത്തിലെ നക്ഷത്രങ്ങളെ നിനക്ക് എണ്ണാൻ പറ്റുമോ? അതിലും ഇരട്ടിയായി നിനക്ക് മക്കളെ തരും. ആ സമയത്ത് അബ്രഹാം ബാലന്റെ മേൽ കൈവയ്ക്കരുതെന്ന് യഹോവ അബ്രഹാമിനോട് പറഞ്ഞ ഉടനെ അബ്രഹാം നോക്കുമ്പോൾ ആ കുറ്റിക്കാട്ടില് ഒരു ഭയങ്കര മുട്ടനാട് കൊമ്പ് കുരുങ്ങി കിടന്ന് അലയ്ക്കുന്നു. നമ്മുടെ ദൈവം ആരാണ് മക്കളെ? അങ്ങനെ മകനെ എഴുന്നേൽപ്പിച്ച് അപ്പനും മകനും കൂടെ പോയി അതിനെ പിടിച്ചോണ്ട് വന്ന് മകന് പകരം ആ മുട്ടനാടിനെ
എന്ത് ചെയ്തു? യാഗമർപ്പിച്ചു. പ്രിയ സഹോദര സഹോദരി, നമ്മുടെ ജീവിതത്തിൽ തക്ക സമയത്ത് ദൈവം ഒരു മടിയും കൂടാതെ നമ്മളെ അനുഗ്രഹിക്കുന്ന ദൈവമാണ്. നീ കടഭാരത്താൽ കഷ്ടപ്പെടുകയായിരിക്കും, നീ രോഗത്താൽ കഷ്ടപ്പെടുകയായിരിക്കും, നിനക്ക് എന്തെല്ലാം പ്രശ്നമുണ്ടെങ്കിലും നീ ഒരു ദൈവമകളാണെങ്കിൽ, നീ ഒരു ദൈവമകനാണെങ്കിൽ, സത്യമായിട്ടും എൻ്റെ ദൈവം തക്ക സമയത്ത് നിനക്ക് വിടുവിച്ചു തരുവാൻ ശക്തവാനായ ദൈവമാണ് നമ്മുടെ ദൈവം. ജീവിക്കുന്ന ദൈവം, കണ്ണുനീര് കാണുന്ന ദൈവം, ഹൃദയം നുറുങ്ങിയവർക്ക് യഹോവ സമീപസ്ഥൻ. കാരണം മകനെ എൻ്റെ കൈകൊണ്ട് വെട്ടി ഞുറുക്കണമല്ലോ, അവന്റെ ഹൃദയം പൊട്ടുകാരുന്നായിരിക്കും. ഹൃദയം നുറുങ്ങിയവർക്ക് യഹോവ സമീപസ്ഥൻ. മനസ്സ് തകർന്നവരെ അവൻ രക്ഷിക്കുന്ന ദൈവമാണ്. ആ ദൈവം ഇന്ന് നമ്മുടെ മധ്യത്തിൽ വസിക്കുന്ന ദൈവമാണ്, നമ്മുടെ ഹൃദയത്തിൽ വസിക്കുന്ന ദൈവമാണ്, നമ്മളോടുകൂടെ ഇരിക്കുന്ന ദൈവമാണ്. നീ യഥാർത്ഥമായ ഒരു ദൈവമകളോ ദൈവമകനോ ആണെങ്കിൽ നീ ഒരിക്കലും ഭയപ്പെടരുത്. അബ്രഹാം മകനോട് എന്താണ് പറഞ്ഞത്? ഒന്ന് ഓർത്ത് നോക്കിയേ. മകനെ ദൈവം കരുതിക്കൊള്ളും. കരുതിയില്ലയോ? അവിടെ ആ സമയത്ത് അവൻ കയ്യിൽ കത്തിയെടുത്ത ഉടനെ അബ്രഹാമേ അബ്രഹാമേ എന്ന് 2 പ്രാവശ്യം വിളിച്ചത്. ബാലന്റെ മേൽ കൈവയ്ക്കരുത്. നമ്മുടെ ദൈവം ആരാണ് മക്കളെ? നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ. കഴിഞ്ഞ ദിവസം ഞാൻ യൂട്യൂബിൽ നോക്കുമ്പോൾ ഒരു അമ്മച്ചന്റെ അപ്പച്ചന്റെ വീട് ജപ്തി ചെയ്തു. ആ ജപ്തിയിൽ നിന്നും വിടുവിക്കുവാനായിട്ട് എല്ലാവരും കൂടെ പിരിവെടുത്തുകൊണ്ട് പോയി. തക്ക സമയത്ത് ആ അമ്മച്ചിയുടെ കൈ കൊടുത്തിട്ട് പറയുന്നു, അമ്മച്ചി ഈ പൈസ കൊണ്ടുപോയി കെട്ടി അമ്മച്ചിയുടെ വീട് വിടുവിച്ചെടുത്തോളാൻ. ഒരു യൗവനക്കാരൻ പയ്യൻ അവൻ ചെന്ന് പറയുന്നത് കേട്ടു. അതുപോലെ തക്ക സമയത്ത് നീ രോഗിയായിരിക്കാം, നീ കാൻസർ രോഗിയായിരിക്കാം, നീ എന്തെല്ലാം രോഗത്തിൽ കിടന്ന് കളിച്ചെന്ന് പറഞ്ഞാലും തക്ക സമയത്ത് നിന്നെ വിടുവിക്കുവാൻ ശക്തവാനായ ദൈവമാണ് നമ്മുടെ ദൈവം. ആ ദൈവത്തെ നീ ഒരിക്കലും മറക്കരുത്, ഒരിക്കലും മറക്കരുത്. എന്താ കഷ്ടം വന്നാലും, എന്താ നോവ് വന്നാലും, എന്താ പ്രശ്നം വന്നാലും നിന്റെ ജീവിതത്തിൽ ഒരിക്കലും മറക്കരുത്. 1 പത്രോസ് 5-ാം 7-ാം വാക്യം, അവൻ നിങ്ങൾക്കായി കരുതുന്നതാകയാൽ നിങ്ങളുടെ സകല ചിന്താകുലവും അവന്റെ മേൽ ഇട്ടുകൊള്ളുവിൻ. നമ്മൾക്ക് വേണ്ടി കരുതുന്ന ദൈവമാണ് നമ്മുടെ ദൈവം. നമ്മുടെ ഭാരങ്ങളെല്ലാം അയ്യോ എനിക്ക് അങ്ങനായി, അയ്യോ എനിക്ക് ഇങ്ങനായെന്നും പറഞ്ഞ് നിങ്ങൾ കരഞ്ഞു വിളിച്ച് പുതച്ചു മൂടിപ്പോയി കിടക്കുകയോ അയൽവക്കക്കാരോട് പറഞ്ഞ് കരയുകയോ ചെയ്യരുത്. നിങ്ങൾ എന്ത് ചെയ്യണം നോക്കേ? ഈ വാക്യങ്ങളെയൊക്കെ കൊണ്ട് പിടിച്ച്, വാക്യം എല്ലാവർക്കും അറിയാം, പക്ഷെ അനുഭവത്തിൽ കൊണ്ടുവരത്തില്ല. അനുഭവത്തിൽ കൊണ്ടുവരണം. അവൻ നിങ്ങൾക്കായി കരുതുന്നതാകയാൽ നിങ്ങളുടെ സകല ചിന്താകുലവും അവന്റെ മേൽ ഇട്ടുകൊള്ളുവിൻ. നമുക്ക് വേണ്ടി കരുതുന്ന ദൈവമുണ്ട്, നമുക്ക് വേണ്ടി ചിന്തിക്കുന്ന ദൈവമുണ്ട് എന്നുള്ളത് നമ്മൾ ഒരിക്കലും മറക്കരുത്. നമ്മളെ കരുതുകയും ചിന്തിക്കുകയും ചെയ്യുന്ന ദൈവമാണ് നമ്മുടെ യേശു ക്രിസ്തു. അതുപോലെ തന്നെ ഫിലിപ്പിയർ 4-ാമത്തെ വാക്യം, ഒന്നിനെ കുറിച്ചും വിചാരപ്പെടരുത്, എല്ലാറ്റിലും പ്രാർത്ഥനയാലും അപേക്ഷയാലും നിങ്ങളുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോടുകൂടെ ദൈവത്തോട് അറിയിക്കുക അത്രേ വേണ്ടത്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. നമ്മുടെ ആവശ്യങ്ങൾ ദൈവത്തോട് പറഞ്ഞ് കരഞ്ഞു പ്രാർത്ഥിക്കണം. നമ്മുടെ ഭാരങ്ങൾ ചിന്തിച്ച് ഭാരപ്പെടേണ്ട ആവശ്യമില്ല. വിശ്വാസവും പ്രാർത്ഥനയും ഉണ്ടെങ്കിൽ ദൈവം നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ദൈവമാണ് നമ്മുടെ ദൈവം. ഇല്ലാത്തതിനെ ഉള്ളതുപോലെ വിളിച്ചു വരുത്തുന്ന ദൈവമാണ് നമ്മുടെ ദൈവം. കാരണം കരം കൊടുക്കാനായിട്ട് അവരുടെ കയ്യിൽ പൈസ ഇല്ലാഞ്ഞിട്ട് പത്രോസിനോട് പറഞ്ഞു, നീ പോയി ചൂണ്ടയിട്. ഇടുമ്പോൾ അതിലാദ്യം കിട്ടുന്ന മീൻ്റെ വായ്ക്കകത്ത് കിട്ടുന്ന പൈസ, ആ നാണയത്തുട്ട്, അത് കരം കൊടുക്കാൻ. ഒക്കെ നമ്മുടെ ദൈവം. മീനിന്റെ വായിൽ പൈസയുണ്ടോ? നമ്മുടെ ദൈവം ആരാണ്? ജീവിക്കുന്ന ദൈവമാണ് മക്കളെ. നോടോ, ഇല്ലാത്തതിനെ ഉള്ളതുപോലെ വിളിച്ചു വരുത്തുന്ന ദൈവമാണ് നമ്മുടെ ദൈവം. നമ്മുടെ ദൈവത്തെ നമ്മൾ ഒരിക്കലും മറന്നു പ്രവർത്തിക്കരുത്. എപ്പോഴും നിനക്ക് കടഭാരം കാണും, നീ രോഗിയായിരിക്കാം, നിനക്ക് എന്തെങ്കിലും പ്രശ്നങ്ങളാൽ കഷ്ടപ്പെടുകയായിരിക്കാം. വിഷമിക്കരുത്, ഭാരപ്പെടരുത്. എല്ലാ ഭാരങ്ങളും ദൈവസന്നിധിയിലാക്കി നമ്മൾ കണ്ണുനീരോടുകൂടെ പ്രാർത്ഥിക്കണം, കണ്ണുനീരോടുകൂടെ പ്രാർത്ഥിക്കണം. അപ്പോൾ ദൈവം അത്ഭുതം പ്രവർത്തിക്കുന്ന ദൈവമാണ്.
അബ്രഹാം വിശ്വസിച്ചത് കൊണ്ടാണ് ദൈവം അവിടെ എന്ത് കൊടുത്തത്? ആട്ടിൻകുട്ടിയെ അവിടെ ഒരുക്കിയത്. അബ്രഹാം വിശ്വസിച്ചില്ലായിരുന്നെങ്കിൽ കിട്ടുമായിരുന്നോ? കിട്ടത്തില്ലായിരുന്നു. വിശ്വാസമാണ് വലുത്. വിശ്വാസത്തിൻ്റെ നായകനും പൂർത്തിവരുത്തനുമായ യേശുവിനെ മാത്രം നോക്കിക്കൊണ്ട് വേണം നമ്മൾ ജീവിക്കുവാൻ. വേറെ ആരെ നോക്കല്ലേ? അയൽവക്കക്കാരെ നോക്കണ്ട, കൂട്ടുകാരെ നോക്കണ്ട, മാതാപിതാക്കളെ നോക്കണ്ട, ആരെ നോക്കണ്ട. ആരും നമുക്കൊരു സഹായം ചെയ്യത്തില്ല. അഥവാ അവർ സഹായം ചെയ്താലും അതിന് കണക്കൊണ്ട് അവരെന്ത് പറയുന്ന ഡേറ്റിൽ തിരിച്ചു കൊടുത്തില്ലെങ്കിൽ നിന്റെ വീട്ടുമുറ്റത്തൊന്നും മാറത്തില്ല. അതേസമയം ദൈവം തന്നാൽ അതിന് കണക്കില്ല മക്കളെ, കണക്കില്ല. ദൈവം കണക്കില്ലാതെ തരുന്ന ദൈവമാണ് നമ്മുടെ ദൈവം. പക്ഷെ നീ ആരായിരിക്കണം? ദൈവ മകനായിരിക്കണം, ദൈവ മകളായിരിക്കണം. എപ്പോഴും ദൈവവുമായിട്ട് അന്യോന്യതയിൽ കഴിയുന്ന ഒരു വ്യക്തിയാണെങ്കിൽ നിന്നെ ഒരിക്കലും ദൈവം തള്ളിക്കളയത്തില്ല. അതുപോലെ തന്നെ രണ്ടാമത്തേത് യഹോവ നിശി. പുറപ്പാട് 17-ാം അധ്യായം 15-ാമത്തെ വാക്യം. പിന്നെ മോശ ഒരു യാഗപീഠം പണിതു, അതിനെ യഹോവ നിശി, യഹോവ എന്റെ കൊടി എന്ന് പേരിട്ടു. പ്രൈസ് ദി ലോർഡ്. മോശ ഒരു യാഗപീഠം പണിതു. അതിന്റെ രഹസ്യം എന്തെന്ന് ചോദിച്ചാൽ, ഇസ്രായേലും അമാലേക്കരും തമ്മിൽ ഭയങ്കര യുദ്ധം നടക്കുകയാണ്. ഭയങ്കര യുദ്ധം. അങ്ങനെ യുദ്ധം നടക്കുന്ന സമയത്ത് മോശ ഒരു മലയുടെ മുകളിൽ കയറിയിരുന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങി. കൈ ഉയർത്തി പ്രാർത്ഥിക്കുമ്പോൾ ഇസ്രായേൽ ജയിക്കും. കൈ എത്ര നേരം ഉയർത്തിയിരിക്കുന്നത്? കുറെ കഴിയുമ്പോൾ നമ്മുടെ കൈ കഴിക്കും, നമ്മൾ താഴെ ഇടും. മോശ കൈ താഴെ ഇടുമ്പോൾ അമാലേക്കര് ജയിക്കും. ഇത് കണ്ട് അവരുടെ 2 വ്യക്തികൾ വന്ന് അവരുടെ 2 കല്ലുകൾ വെച്ച് ആ കല്ലിൽ കയറി ഇരുന്നോണ്ട് കൈ 2 പേരും ഉയർത്തി പിടിച്ചോണ്ട് നിന്നു. ആ സമയത്ത് ഇസ്രായേൽ ജയിക്കും, ഇസ്രായേൽ ജയിക്കും. അങ്ങനെ ജയിച്ചത് കൊണ്ട് മോശ ഒരു യാഗപീഠം പണിതു. അതിന് യഹോവ നിശി, യഹോവ എന്റെ കൊടി എന്ന് പേരിട്ടു. പ്രിയ മക്കളെ, നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ എങ്ങനെ പ്രാർത്ഥിക്കണം? കൈ ഉയർത്തി മുട്ടുകുത്തി, കർത്താവേ ഞാൻ ഒന്നുമില്ല, എന്റെ ശരീര ആത്മാവും പ്രാണനും നിനക്ക് ഞാൻ സമർപ്പിക്കുന്നു. ഞാൻ ഒന്നുമില്ല, നീ എന്നെ അനുഗ്രഹിക്കണം. ഞാൻ നിന്റെ മകളാണ്, ഞാൻ നിന്റെ മകനാണ്. കണ്ണുനീരോടെ പ്രാർത്ഥിച്ചു നോക്കിക്കേ മക്കളെ. ദൈവം നമ്മളെ എല്ലാ വിധത്തിലും അനുഗ്രഹിക്കും, എല്ലാ വിധത്തിലും. അത് തന്നെയുമല്ല, നീ ഒറ്റയ്ക്ക് പ്രാർത്ഥിച്ചാലും ദൈവം കേൾക്കും. കേൾക്കത്തില്ല എന്ന് ഞാൻ പറഞ്ഞില്ല. വേറുള്ളവരുടെ പ്രാർത്ഥനയും കൂടെ നിന്റെ കുടുംബത്തിന് ആവശ്യമാണ്, നിന്റെ മക്കൾക്ക് ആവശ്യമാണ്. അതാണ് ഈ 2 പേര് വന്ന് മോശയുടെ കയ്യെ ഉയർത്തിപ്പിടിച്ചത്. പ്രിയ മക്കളെ, 2 or 3 പേര് എന്റെ നാമത്തിൽ എവിടെ കൂടിയാലും അവരുടെ മധ്യത്തിൽ ഞാൻ വരാമെന്നാ പറഞ്ഞിരിക്കുന്നത്. ആരാണ് ഈ 2-3 പേര്? ഭാര്യയും ഭർത്താവും മക്കളും കൂടി നിങ്ങളുടെ കുടുംബ പ്രാർത്ഥന സക്സസ് ആക്കി, കുടുംബ പ്രാർത്ഥന ഇടവിടാതെ നിങ്ങൾ പ്രാർത്ഥിക്കുകയും ഇടവിടാതെ ദൈവത്തെ സ്തുതിക്കുകയും ദൈവത്തെ ആരാധിക്കുകയും ചെയ്താൽ നിങ്ങളുടെ എല്ലാ പ്രാർത്ഥനയ്ക്കും ഉത്തരം തരുവാൻ ശക്തവാനായ ദൈവമാണ് നമ്മുടെ ദൈവം. ഒരു കാരണവശാലും പ്രാർത്ഥനയ്ക്ക് ഉത്തരം തരാതിരിക്കത്തില്ല. അഥവാ തന്നില്ലെങ്കിൽ നീ ദൈവ മകളല്ല, നീ ദൈവ മകനല്ല. നീ വെറുതെ ദൈവമേ ദൈവമേ എന്ന് വിളിച്ചോണ്ടോ, ബൈബിൾ എടുത്തോണ്ട് ചർച്ചിൽ പോയത് കൊണ്ടോ യാതൊരു കാരണവശാലും ദൈവം നിന്നെ അനുഗ്രഹിക്കത്തില്ല. നമ്മളിൽ ആര് വസിക്കണം? ദൈവം വസിക്കണം. അല്ല, വാക്യം ഉണ്ടായിരിക്കണം. വാക്യം നമ്മളിലും, നമ്മൾ ആരിലുണ്ടായിരിക്കണം? ദൈവത്തിലും ഉണ്ടായിരിക്കണം. എന്ന് വരികിൽ നീ എന്ത് ചോദിച്ചാലും ദൈവം തരും. ഏത് വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിച്ചാലും സ്വൽപ്പ താമസിച്ചാലും പ്രിയ മക്കളെ, ദൈവം നമുക്ക് വേണ്ടി ഒരുക്കുന്ന ദൈവമാണ്, തരുന്ന ദൈവമാണ്, നമ്മളെ ഉയർത്തിപ്പിടിക്കുന്ന ദൈവമാണ് നമ്മുടെ ദൈവം. നമ്മുടെ ദൈവം ഒരിക്കലും നമ്മളെ കൈവിടത്തില്ല. അതുപോലെ തന്നെ ഇനി ഒരു വാക്യം നോക്കാം. നമ്മുടെ ആത്മീയ ജീവിതത്തിൽ നമ്മുടെ വൈരി ആരാണെന്ന് ചോദിച്ചാല് ലോകം, ജഡം, പിശാച്, ഇത് 3-മാണ്. ഇതിനെ 3-നെ നമ്മള് ജയിക്കുന്നത് എങ്ങനെ ജയിക്കണം? പ്രാർത്ഥിച്ച് ജയിക്കണം, പ്രാർത്ഥിക്കണം. പിശാച് ആരെ വിഴുങ്ങേണ്ടുന്ന ഭാവത്തോടെ ഓടാടി നടക്കുകയാണ്. പ്രിയ മക്കളെ, ഏത് കൂടോത്രവാദികൾ വന്നാലും, ഏത് മന്ത്രം ചെയ്തവൻ വന്നാലും, ഏത് പിശാച് പിടിച്ചവർ വന്നാലും എൻ്റെ അപ്പച്ചൻ അവരെ വിടുതൽ കൊടുത്തു വിടും. എൻ്റെ അപ്പച്ചനെ കൊണ്ട് മാത്രമേ
അത് സാധിക്കത്തുള്ളൂ. പിന്നെ എന്നെ ഒരു പാത്രയാക്കി, ഒരു പാത്രമായിട്ട് ഉപയോഗിക്കുന്നെന്ന് മാത്രമുള്ള, ഒരു ആയുധമായിട്ട് ഉപയോഗിക്കുന്നെന്ന് മാത്രമേ ഉള്ളൂ. അതുപോലെ തന്നെ ഈ ലോകത്തിൽ കാണുന്നതെല്ലാം, ലോകം, ജഡം, പിശാച്, ഇത് മൂന്നിനോടും നമ്മൾ പോരാടി ജയിക്കണം. പോരാടി ജയിക്കുന്നത് എങ്ങനെയാ? പ്രാർത്ഥിച്ച്, ആത്മപരവശയോടെ നമ്മൾ പ്രാർത്ഥിക്കണം. പ്രാർത്ഥനയിൽ കൂടെ മാത്രമേ സാത്താനുമായിട്ട് ജയിക്കാൻ സാധിക്കത്തുള്ളൂ. നിനക്ക് പ്രാർത്ഥനയില്ല എങ്കിൽ നീ സാത്താന്റെ മകളായി പോകും. സാത്താൻ നിന്റെ കുടുംബത്തിൽ സമാധാനം തരത്തില്ല, ശാന്തി തരത്തില്ല. നീ എന്തെല്ലാം ചെയ്തെന്ന് പറഞ്ഞാലും, നേർച്ച കാഴ്ച ചെയ്താലും ശരി, എന്ത് ചെയ്താലും ശരി, യാതൊരു സമാധാനവും കിട്ടത്തില്ല. സമാധാനം തരുന്ന ദൈവമാണ് നമ്മുടെ ദൈവം. ഈ ലോകം തരുന്ന സമാധാനമൊന്നും ശാശ്വതമല്ല. നമ്മുടെ ദൈവം തരുന്ന സമാധാനം ശാശ്വതമായ സമാധാനമാണ്. ആ ദൈവത്തിന്റെ സന്നിധിയിൽ നമ്മൾ പ്രാർത്ഥിക്കുന്നവരായിരിക്കണം, ആരാധിക്കുന്നവരായിരിക്കണം. അന്ന് വരികിൽ ദൈവം നമ്മളെ അനുഗ്രഹിക്കും. പ്രൈസ് ദി ലോർഡ്. ഇനി ഒരു വാരി കൂടെ നോക്കാം നമുക്ക്. യഹോവ റാഫ. പുറപ്പാട് 15-ാം അധ്യായം 26-ാമത്തെ വാക്യം. നിന്റെ ദൈവമായ യഹോവയുടെ വാക്ക് നീ ശ്രദ്ധയോടെ കേട്ട് അവന് പ്രസാദമുള്ളത് ചെയ്യുകയും അവന്റെ കൽപ്പനകളെ അനുസരിച്ച് അവന്റെ സകല വിധികളും പ്രമാണിക്കുകയും ചെയ്താൽ ഞാൻ ഇസ്രായേല്യർക്ക് വരുത്തിയ വ്യാധികളിൽ ഒന്നും നിനക്ക് വരുത്തുകയില്ല. യഹോവയാണ് അരുളി ചെയ്തിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രിയ മക്കളെ, യഹോവ റാഫ, ഞാൻ നിന്നെ സൗഖ്യമാക്കുന്ന യഹോവയാകുന്നു. പുറപ്പാട് 15-ാം അധ്യായം 26-ാമത്തെ വാക്യം. ഞാൻ നിന്നെ സൗഖ്യമാക്കുന്ന യഹോവയാകുന്നു. അതായത് സങ്കീർത്തനം 103-ാമത്തെ വാക്യം. അവൻ നിന്റെ അകൃത്യമൊക്കെയും മോചിക്കുന്നു, നിന്റെ സകല രോഗങ്ങളെയും സൗഖ്യമാക്കുന്നു. നിന്റെ ദൈവമായ യഹോവയുടെ വാക്ക് നീ ശ്രദ്ധയോടെ കേട്ട് അവന് പ്രസാദമുള്ളത് ചെയ്യുകയും അവന്റെ കൽപ്പനകളെ അനുസരിച്ച് അവന്റെ സകല വിധികളും പ്രമാണിക്കുകയും ചെയ്താൽ ഞാൻ മിസ്രൈമ്യർക്ക് വരുത്തിയ വ്യാധികളിൽ ഒന്നും നിനക്ക് വരുത്തുകയില്ല. പ്രിയ മക്കളെ, നമ്മുടെ ദൈവത്തിൻ്റെ കൽപ്പനകൾ അനുസരിക്കണം. ദൈവം പഴയ നിയമകാലത്ത് നമുക്ക് 10 കൽപ്പനയാണ് തന്നത്. ഇന്ന് നമുക്ക് 10ഉം കൂടെ ചേർന്ന് 2 കൽപ്പനയാണ് തന്നിരിക്കുന്നത്. ആ കൽപ്പന നമ്മൾ അനുസരിക്കണം. നമ്മുടെ ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ ശക്തിയോടും പൂർണ്ണ മനസ്സോടും കൂടെ സ്നേഹിക്കണമെന്നും നിന്നെപ്പോലെ തന്നെ നിന്റെ അയൽക്കാരനെ സ്നേഹിക്കണമെന്നുള്ളതാണ്. പക്ഷേ അയൽവക്കക്കാരെ കണ്ടാലാകത്തില്ല. അവരുടെ ഒരു കോഴി നമ്മുടെ പറമ്പിലോട്ട് കയറി വന്നാൽ കല്ലെടുത്തെറിഞ്ഞ് ഓടിക്കും. അല്ലെങ്കിൽ അടുത്ത വീട്ടുകാർ നിങ്ങളുടെ ഒരു ശകലം വഴി ചോദിച്ചാൽ പോലും കൊടുക്കത്തില്ല. പിന്നെ നിന്നെ എവിടെ അനുഗ്രഹിക്കാനാ? അനുഗ്രഹിക്കുമോ? എവിടെ അനുഗ്രഹിക്കാനാ? അനുഗ്രഹിക്കത്തില്ല. എത്രയോ പേര് കരഞ്ഞു വിളിച്ച് പ്രാർത്ഥീരെന്ന് പറയുമ്പോൾ എൻ്റെ നെഞ്ചു പൊട്ടുക. നമ്മുടെ ആൾക്കാർ ഇങ്ങനെ ആയിപ്പോയോ? കാരണം നമുക്കിനി അധികം നാളില്ല. നമ്മൾ ഏത് സമയത്ത് എന്താ ഒരു കാറ്റ് എവിടുന്ന് വരുന്ന എവിടേക്ക് പോകുന്നെന്ന് അറിയത്തില്ല. ഏത് സമയത്ത് നമുക്ക് എന്തായാലും എൻ്റെ ദൈവത്തിൻ്റെ സന്നിധിയിൽ ചേരണം, എനിക്ക് നിത്യജീവനിൽ കടക്കണം, എനിക്ക് നിത്യരാജ്യത്തിൽ ചെല്ലണം, എൻ്റെ ദൈവത്തോടു കൂടെ എനിക്ക് വസിക്കണമെന്നൊരു ചിന്ത നമ്മുടെ ജീവിതത്തിൽ വേണം. ഈ അതിരു തർക്കവുമായിട്ടും ഇതൊന്നും കൊണ്ട് നമ്മുടെ ഈ ഭൂമി കൊണ്ടോ ഒന്നും കൊണ്ട് നമ്മൾ സ്വർഗത്തിൽ പോകത്തില്ല മക്കളെ. ഒന്നും പോകത്തില്ല. എല്ലാം വിട്ട് ഒരു നല്ല തുണി പോലും നല്ല ഡ്രസ്സ് പോലും നമുക്ക് തരത്തില്ല. ഞാൻ എത്രയോ ആൾക്കാരെ പോയി കണ്ട് അവിടെ നിന്ന് കരഞ്ഞിട്ടുണ്ട്, പ്രാർത്ഥിച്ച്. എന്തുമാത്രം ആസ്തി, എന്തുമാത്രം വസ്തുവും വീടും സ്ഥലവും ബസ്സുകളും ഉള്ളവർ വെളിയിൽ പട്ടിയെ കിടത്തിരി, പട്ടിക്ക് പോലും എത്ര നല്ല കൂടുകളും എന്നെല്ലാം വെച്ചു കൊടുക്കുന്നത്. ബെഡ് വരെ ഇട്ടാ കൊടുക്കുന്ന പട്ടിക്ക്. അതേസമയം ഇവരെ വലിച്ച് വെളിയിൽ വരാന്തയിലും അല്ല, വെളിയിൽ ഒരു കട്ടയിലോ അല്ലെ ഒരു ചെറിയ കട്ടിലേലോ. ഞാനൊരു എനിക്ക് പ്രിയപ്പെട്ട ഒരു അങ്കിളാണ്. എപ്പോഴും എൻ്റെ വീട്ടിൽ വരികയും കാപ്പി കുടിക്കുകയും വർത്താനം പറയുകയും പോവുകയും ചെയ്യുന്ന ഒരു അങ്കിളാണ്. ഭയങ്കര കാശുകാരനാണ്. ഒരു 25 ഏക്കർ സ്ഥലമൊന്നുമല്ല അയാൾക്കുണ്ടായിരുന്നത്. ഞാൻ ആ അങ്കിളിനെ കാണാനായിട്ട് ഇങ്ങനെ സുഖമില്ലാതെ കിടക്കുന്നു ചെന്നപ്പോൾ പറഞ്ഞതിന് ഞാൻ കാണാനായിട്ട് ഞങ്ങൾ 2 പേരും കൂടെ പോയി.
അവിടെ ചെന്ന് കാണുമ്പോൾ മേത്തൂടെല്ലാം ഉറുമ്പ് ഓടുക, മരിച്ചിട്ടില്ല. അയ്യോ, എനിക്കത് കണ്ട് സഹിക്കാനും ക്ഷമിക്കാനും ആകത്തില്ല. ഞാൻ അവരുടെ ഭാര്യയും വഴക്ക് പറഞ്ഞു, മകനെയും വഴക്ക് പറഞ്ഞു, മരുമോളെയും വഴക്ക് പറഞ്ഞ് വേഗം അങ്കിളിനെ ഇവിടുന്ന് എടുത്ത് മാറ്റി അകത്ത് കട്ടിലേ കിടത്തെന്ന് പറഞ്ഞു. പക്ഷെ അവരതൊന്നും കേൾക്കത്തില്ല. നമുക്ക് ഒരു രോഗവും വരുത്താതെ നമ്മളെ കാത്തു സൂക്ഷിക്കുന്ന ദൈവമാണ് നമ്മുടെ ദൈവം. അതുകൊണ്ട് പുതിയ നിയമത്തില് യേശു ക്രിസ്തു നമ്മുടെ പാപത്തെയും രോഗത്തെയും ശാപത്തെയും അവൻ്റെ ക്രൂശിൽ വഹിച്ചു. യെശയ്യാവ് 53:5 നമ്മൾ വായിക്കുന്നു, അവൻ്റെ അടിപ്പിണരുകളാൽ നമുക്ക് സൗഖ്യം വന്നിരിക്കുന്നു. അവൻ്റെ അടിപ്പിണരുകളാൽ നമുക്ക് സൗഖ്യം വന്നിരിക്കുന്നു. നമ്മുടെ വേദനകളെ അവൻ വഹിച്ചു. അവൻ്റെ ശരീരത്തിൽ അടികൊണ്ട് അടിപ്പിണരുകളാൽ നമുക്ക് രോഗസൗഖ്യം വന്നിരിക്കുന്നത്. പ്രിയ മക്കളെ, നമ്മുടെ ദൈവം നമുക്ക് വേണ്ടി എന്തുമാത്രം കഷ്ടം അനുഭവിച്ചു. ആർക്ക് വേണ്ടിയാ? നമ്മുടെ രോഗത്തിന് വേണ്ടി, നമ്മുടെ ശാപത്തിനു വേണ്ടി, നമ്മുടെ എല്ലാ വിഷയങ്ങൾക്കും വേണ്ടിയാണ്, നമുക്ക് വേണ്ടിയാണ്. നമ്മുടെ പാപത്തിൽ നിന്നും വിടുവിക്കുവാൻ, രോഗത്തിൽ നിന്നും വിടുവിക്കുവാൻ, ശാപത്തിൽ നിന്നും വിടുവിക്കുവാനാണ് അവൻ അത്രയും കഷ്ടം അനുഭവിച്ചത്. അത് ഓർത്തു നോക്കി ധ്യാനിച്ചു കഴിയുമ്പോൾ ഹൃദയമെല്ലാം പൊട്ടിപ്പോകും. ആ ദൈവത്തിന് വേണ്ടി നമ്മൾ എന്ത് ചെയ്തു, എന്ത് കൊടുത്തു, എന്ത് പ്രതിഫലം കൊടുത്തു? ഒരാത്മാവിനെ നീ ഫലം കൊടുക്കുന്ന ഒരു വൃക്ഷമായിട്ട് നിങ്ങൾ ഓരോരുത്തരും മാറണം. ഫലമില്ലാത്ത വൃക്ഷം വെട്ടി, കോടാലി നമ്മുടെ കാൽ കീഴിരിപ്പുണ്ട്, മറന്നു പോകരുത്. കോടാലി നമ്മുടെ കാൽ കീഴിരിക്കുകയാണ്, ഒരു കാരണവശാലും മറന്നു പോകരുത്. വെട്ടി തീയിലിട്ട് ചുട്ട് കളയുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ചുടാനിടയാകരുത്. നമ്മൾ എന്ത് ചെയ്യണം? സ്വർഗരാജ്യത്തിൻ്റെ അംഗമായി തീരണം. ദൈവം നമുക്ക് മിസ്രൈമ്യർക്ക് വരുത്തിയ ഒരു രോഗങ്ങളും നമുക്ക് വരുത്തത്തില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. വരുത്താതിരിക്കണമെന്നൊരിൽ നമ്മൾ ദൈവത്തിൻ്റെ കൽപ്പന അനുസരിച്ച്, ദൈവത്തിൻ്റെ വചനം അനുസരിച്ച് നമ്മൾ ജീവിക്കുന്നവരായിരിക്കണം. എപ്പോഴും ദൈവത്തെ ഇടവിടാതെ പ്രാർത്ഥിക്കുകയും മടുത്തു പോകാതെ പ്രാർത്ഥിക്കുകയും ചെയ്യുന്നവരായിരിക്കണം. അതുപോലെ തന്നെ ആരാധിക്കുന്നവരായിരിക്കണം, സ്തുതിക്കുന്നവരായിരിക്കണം. ആര് സ്തുതിയജ്ഞവൻ അർപ്പിക്കുന്നോ അവരെ എന്നെ ബഹുമാനിക്കുന്നെന്നാണ് പറഞ്ഞിരിക്കുന്നത്. നിങ്ങൾ ബഹുമാനിക്കുന്നവരാണെങ്കിൽ നിങ്ങളുടെ വായിൽ എപ്പോഴും സ്തുതി ഉണ്ടായിരിക്കും. ആ സ്തുതി ഉണ്ടാകണമെന്ന് വരികിൽ നിങ്ങളുടെ അകത്താരുണ്ടായിരിക്കണം? പരിശുദ്ധാത്മാവ് ഉണ്ടായിരിക്കണം. പരിശുദ്ധാത്മാവില്ലാതെ അത് തിളച്ച് കയറത്തില്ല. പരിശുദ്ധാത്മ ഉണ്ടെങ്കിൽ മാത്രമേ അത് തിളച്ച് പൊങ്ങി ഇങ്ങനെ പാല് തിളച്ച് തൂവുന്ന പോലെ നമ്മുടെ വായിൽ എപ്പോഴും സ്തുതിയും സ്തോത്രവും ഉണ്ടായിരിക്കും. ആ സ്തുതിയും സ്തോത്രവും ഉള്ളവരായിരിക്കണം. ഇനിയും 5-6 പോയിന്റുകളുണ്ട്. ഞാൻ സമയക്കുറവിനാൽ നിർത്തുന്നു. എനിക്ക് മിനിഞ്ഞാന്നൊരു ഫോൺ വന്നു. കാർവാർ എന്ന് പറഞ്ഞ ഒരു സ്ഥലത്തു നിന്നാണ് കോറി വിളിച്ച് അലറി കരഞ്ഞുകൊണ്ടൊരു ഫോൺ വരുന്നു. ഞാൻ മരിക്കാൻ പോവാണ്, എനിക്ക് ഭയങ്കര വയറ്റ് വേദനയാണ്, എനിക്ക് നിൽക്കാൻ മേല, ഇരിക്കാൻ മേല, കിടക്കാൻ മേല, കഴിക്കാൻ മേല, ഒന്നും മേല, ഞാൻ മരിക്കും ഇപ്പോഴെന്നും പറഞ്ഞു. യുദ്ധോ കാർച്ചയാന്നു. അവരോട് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം, 1 മിനിറ്റ് അടങ്ങാൻ പറഞ്ഞിട്ട്, സിസ്റ്റേ എനിക്ക് പറ്റുന്നില്ല, എനിക്ക് ഭയങ്കര കഷ്ടമാണ് എന്നും പറഞ്ഞ് അവർ കാറിക്കരഞ്ഞു. ഞാൻ പറഞ്ഞു, വയറിലോട്ടൊന്ന് കൈവെക്ക്, ഞാൻ പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞു. ഞാൻ അങ്ങനെ അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ച് അമ്മയും പറഞ്ഞ് ഞാൻ ഫോൺ വെച്ചു. ഇന്നലെ വൈകിട്ട് എന്നെ വിളിച്ചിട്ട്, രാവിലെയാണ് ഞാൻ പ്രാർത്ഥിച്ചത്, വൈകിട്ട് എന്നെ വിളിച്ചിട്ട് പറയുന്നു, സിസ്റ്ററെ നിങ്ങൾ പ്രാർത്ഥിച്ച് ഫോൺ വെച്ച ഉടനെ എൻ്റെ വയറ്റുവേദന നിന്നുപോയി. നമ്മുടെ ദൈവം ആരാ മക്കളെ? എൻ്റെ വയറ്റുവേദന നിന്നുപോയി. ആ സന്തോഷ വാർത്ത ഞാൻ പറയാനായിട്ട് വിളിച്ചതാ. ഏതെല്ലാം ഇഞ്ചക്ഷൻ എടുത്തിട്ടും ഏതെല്ലാം ഗുളികകൾ കഴിച്ചിട്ടും ആശുപത്രിയിൽ പോയിട്ടും ഒന്നും എൻ്റെ വയറ്റുവേദന പോയില്ല. എനിക്ക് ഭയങ്കര കഷ്ടമായിരുന്നു. സിസ്റ്ററെ എത്ര താങ്ക്സ് പറയണം? ഞാൻ പറഞ്ഞു, എനിക്ക് വേണ്ട താങ്ക്സ്. ദൈവത്തിന് നിങ്ങൾ കൈ ഉയർത്തി ദൈവത്തെ സ്തുതിക്കെന്നും പറഞ്ഞ് അവരെ കൊണ്ട് ഞാൻ പറഞ്ഞു സ്തുതിപ്പിച്ചു. ദൈവത്തിനൊരു ഒരു ഒരു 10-15 അല്ലെലിയ പറയാൻ പറഞ്ഞു. അവരതുപോലെ പറഞ്ഞു.
സ്തോത്രവും പറഞ്ഞ് ഹല്ലേലൂയ പറഞ്ഞു യേശുവിൻ്റെ രക്തവും പറഞ്ഞ് എല്ലാം പറഞ്ഞ് അവരെ കൊണ്ട് ഞാൻ പ്രാർത്ഥിച്ചു ഫോൺ വെച്ചു. നമ്മുടെ ദൈവം ആരാ മക്കളെ? നിങ്ങൾക്ക് എന്ത് കഷ്ടമുണ്ടെങ്കിലും നിങ്ങൾക്ക് മുട്ടുകുത്താൻ പറ്റുന്നവരെ മുട്ടുകുത്തുക. വേദനയുള്ള ഭാഗത്തൊരു കരം വയ്ക്കുക. നിങ്ങളുടെ ആവശ്യഭാരങ്ങൾ ദൈവസന്നിധിയിൽ കരയുക. നിങ്ങൾ ഒരു കൈ മുകളിലോട്ട് ഉയർത്തുക. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവാണ്. ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. കരുണാസമ്പന്നനുമായ ഞങ്ങളുടെ വാഴ്ത്തപ്പെട്ട സ്വർഗസ്ഥ പിതാവേ, ദൂരത്തും ചാരത്തുമായിരിക്കുന്നതിന് മക്കളുമായിട്ട് നിന്റെ അടുത്ത് വരുന്നപ്പ നീ അനുഗ്രഹിക്കണമേ അപ്പ. കർത്താവെ, ഏതെല്ലാം രോഗത്താൽ ജനങ്ങൾ കഷ്ടപ്പെടുന്നപ്പ, ശാന്തിയില്ല സമാധാനമില്ലാതെ എത്രയോ കുടുംബങ്ങൾ കഴിയുന്നപ്പ, കർത്താവെ കടഭാരത്താൽ എത്രയോ കുടുംബങ്ങൾ കഴിയുന്നപ്പ, കർത്താവെ മക്കളുടെ വിവാഹം നടക്കാതെ എത്രയോ ജനങ്ങൾ കണ്ണുനീരൊഴുക്കുന്നപ്പ, 35 വയസ്സ് 30 വയസ്സ് 40 വയസ്സായ എത്രയോ മക്കളുകൾ കർത്താവേ കഴിയുന്നല്ലപ്പ. അവരുടെ വിവാഹത്തെ തടഞ്ഞിട്ടിരിക്കുന്ന സൈത്താനെ യേശുക്രിസ്തുവിൻ നാമത്തിൽ വിട്ടുപോ. യേശുക്രിസ്തുവിൻ നാമത്തിൽ വിട്ടുപോ. കർത്താവേ, നീ അത്ഭുതം പ്രവർത്തിക്കണമേ. നീ ജീവിക്കുന്ന ദൈവമാണപ്പ. നീ രാജാതിരാജനാണപ്പ. നീ പ്രഭുക്കന്മാരിൽ പ്രഭുവാണപ്പ. നീ സകലത്തിന് സകലവുമാണപ്പ. കൈവിടല്ലപ്പ, കൈവിടല്ലപ്പ ദൈവമേ. നീ പ്രവർത്തിക്കണമേ യേശുപ്പച്ചാ, നീ പ്രവർത്തിക്കണമേ കർത്താവേ. അതുപോലെ കാൻസർ രോഗത്താലെ, പരാലിസിസ് രോഗത്താലെ, ട്യൂമർ രോഗത്താലെ, ഹാർട്ട് പേഷ്യൻ്റാകി എത്രയോ ജനങ്ങൾ കർത്താവേ വേദനകളാൽ നിറലാടുന്നു കർത്താവേ. അപ്പ ആ ആണിപ്പാടുള്ള കര ഇപ്പോൾ തന്നെ തൊടണമേ. ആ രക്തം ചൊരിഞ്ഞ കര ഇപ്പോൾ തന്നെ തൊടണമേ. പരിശുദ്ധാത്മനെ തൊടണമേ, പരിശുദ്ധാത്മനെ തൊടണമേ. സമ്പൂർണ്ണ വിടുതലിനെ കൊടുക്കണമേ കർത്താവേ. അപ്പ കടഭാരത്താല് എത്രയോ ജനങ്ങൾ കഷ്ടപ്പെടുന്നപ്പ, അവരുടെ കടഭാരത്തെ നീ മാറ്റി കൊടുക്കണമേ. നീ അനുഗ്രഹിക്കുന്ന ദൈവമാണപ്പ കർത്താവേ. നീ ഞങ്ങളോടുകൂടെ ഇരിക്കുന്ന ദൈവമാണപ്പ. നീ ഞങ്ങളെ കർത്താവെ കൈവിടുന്ന ദൈവം അല്ലപ്പ, ഉപേക്ഷിക്കുന്ന ദൈവം അല്ലപ്പ. നിന്റെ സന്നിധിയിൽ വരുന്നവരെ നീ ഒരിക്കലും തള്ളിക്കളയുന്ന ദൈവം അല്ലപ്പ. എല്ലാവരെയും നീ അനുഗ്രഹിക്കണമേ. എല്ലാ പാസ്റ്റർമാരെ, എല്ലാ അച്ഛന്മാരെ, എല്ലാ ഇവാഞ്ചലിസ്റ്റുകളെയും നീ അനുഗ്രഹിക്കണമേ. സുവിശേഷം 5 വൻകരയിലും എത്തിച്ചേരുവാൻ നീ സഹായിക്കണമേ. നിന്റെ അത്ഭുതകരം പ്രവർത്തിക്കണമേ കർത്താവേ. നിന്റെ സ്വർഗീയകരം പ്രവർത്തിക്കണമേ കർത്താവേ. കൈവിടല്ലപ്പ. ആദ്യ അവസാനം നീ കൂടെ ഇരിക്കണമേ കർത്താവേ. യേശുപ്പത്താ, നിനക്ക് സ്തോത്ര സ്തോത്ര സ്തോത്രം കർത്താവേ. നീ കൈവിടല്ലപ്പ. യേശുവേ, നിനക്ക് സ്തോത്രം. യേശുപ്പത്താ, നിനക്ക് സ്തോത്രം സ്തോത്രം കർത്താവേ. സകലവുമെൻ്റെ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ചോദിക്കുന്നു, കൃപയോടെ കേൾക്കണമേ. ആമേൻ.